എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖ ജ്യോതിഷത്തിലോട്ട് സ്വാഗതം. ഞാനിവിടെ കുറച്ച് നാളുകളായിട്ട് പല എപ്പിസോഡുകളും ഹസ്തരേഖയെ പറ്റിയും ജ്യോതിഷത്തിനെ പറ്റിയും പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ ആയിട്ട് ഞാൻ ഇറക്കിയതായിരുന്നു നമ്മുടെ വിരലുകളിലുള്ള കാക്കപ്പുള്ളികൾ. അന്നേരം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു അത് മൊത്തമായിട്ട് അവർക്ക് വേണം, കാരണം ഒരു വീഡിയോ ആയിട്ട് തന്നെ അവർക്കത് അറിയണം, കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരുമോ മാഡം എന്ന് ചോദിച്ച പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാൻ, അതായത് വിരലുകൾക്കുണ്ടാവുന്ന കാക്കപ്പുള്ളിയെപ്പറ്റി കുറച്ചുകൂടെ വിപുലമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഈ വിരലുകൾ, നമ്മുടെ ഹസ്തരേഖ നോക്കി തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിരലുകളുടെ നീളമാണ്. സാധാരണ എല്ലാവർക്കും ഈ നമുക്ക് പെരുവിരലുണ്ട്, മോതിര വിരലുണ്ട്, ശനി വിരലുണ്ട്, ബുധവിരലുണ്ട്. ഈ വിരലുകളെല്ലാം ഉണ്ടെങ്കിൽ ചിലവർക്ക് അതിൻ്റെ നീളം വളരെ കൂടുതലായിരിക്കും. വിരലുകളുടെ നീളം വളരെ കൂടുതലുള്ള, കൈ നോക്കുമ്പോൾ തന്നെ അറിയാം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒത്തിരി നീളമുള്ള വിരലുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്വഭാവമായിരിക്കും. അവർക്ക് സാധാരണപ്പെട്ട ആൾക്കാരെക്കാട്ടും ഒത്തിരി കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ബുദ്ധി അതുണ്ടായിരിക്കും. ഇനി ഈ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്കുള്ള ക്വാളിറ്റീസ് ഇല്ലാതാക്കുന്നതാണ് ഈ കാക്കപ്പുള്ളികൾ. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഓരോ വിരലിലും വരുന്ന കാക്കപ്പുള്ളികൾ നമ്മുടെ മുൻജന്മ കർമ്മഫലം അനുസരിച്ചാണെന്ന്. കാരണം നമ്മുടെ ഗ്രഹനിലയിൽ ഇത് തന്നെയായിരിക്കും. എന്തെല്ലാം ഫോൾട്ടും ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് നമുക്ക് ബലമില്ലാതെ പോകണോ അതുപോലെ നമ്മുടെ കയ്യിലും അത് കാണുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ചൂണ്ടുവിരലാണ്. ഈ ചൂണ്ടുവിരലിന് ഒത്തിരി നീളം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കും. വ്യക്തിത്വം മീൻസ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടീച്ചറിന് ഒരു കുട്ടിയുടെ ഇങ്ങനെ വിളിച്ച് ആ കുട്ടി എഴുതിച്ച് വരും. വാ കൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കത് എവിടെ ആ കുട്ടിയെ നമുക്ക് അതുപോലെ തന്നെ ഒരു നല്ല ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമുക്ക് മൊത്തമായിട്ട് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മിക്കവാറും നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, സ്റ്റേറ്റിലുള്ള ഓരോ മുഖ്യമന്ത്രി അവരെല്ലാം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഹെഡാണ്. അവർ പറയും പോലെ മറ്റുള്ളവർ കേൾക്കത്തുള്ളൂ. അതല്ല, അവർക്കുള്ളതാണ് ഈ വിരലുകളിൽ സാമാന്യ നീളമുള്ളത്. അപ്പോൾ ഒരു ഓഫീസിലായിരുന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വിരലിൽ ആർക്കെങ്കിലും ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നാൽ നമ്മുടെ വ്യക്തിത്വം നമുക്കില്ലാതാ. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒരു 50 പേരെ നമ്മളൊരു സ്ഥലത്ത് ടൂർ കൊണ്ടുപോകാം, ഈ വിരൽ നല്ല നീളമുള്ളവരാണെങ്കിൽ ആ കൊണ്ടുപോയതോടെ തിരിച്ചുകൊണ്ടെത്തിക്കും. അതേസമയം ഈ വിരലിന് നീളം കുറഞ്ഞിരിക്കുക അവിടെ ഒരു കാക്കപ്പുള്ളിയാണ്, നമ്മൾ പറയും പോലെയൊന്നും ആരും കേൾക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കത് ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം നമ്മളൊരു കിണറിലോ കുളത്തിലോ അല്ലെങ്കിൽ കടലിലോ കിടന്ന് 2 കൈയോട്ട് നമ്മൾ നന്നായിട്ട് തുഴഞ്ഞാലും നമുക്ക് എത്തേണ്ടടുത്ത് എത്തൂല. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുള്ള ചിലപ്പോൾ 20,000 ആയിരിക്കും കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനൊന്നും നമ്മുടെ കഴിവൊന്നും ഒരു കുറവില്ല. നമ്മളുടെ കഴിവ് മറ്റുള്ളവരെ അംഗീകരിക്കാത്തതാണ് നമ്മുടെ ഈ ചൂണ്ടുവിരലിലുള്ള കാക്കപ്പുള്ളി. ഈ ചൂണ്ടുവിരലിന് താഴെയാണ് വ്യാഴമണ്ഡലവും. അപ്പം നമുക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിരലിലൊരു കാക്കപ്പുള്ളി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിലും വ്യാഴത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരും. ആ വ്യാഴം ബൃഹസ്പതിയാണ്. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരുവാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി അറിവുള്ളവരായിരിക്കും, പക്ഷേ അറിവൊന്നും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ശനി വിരൽ. അവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശനി വിരലെന്ന് പറഞ്ഞാൽ ഈ ശനി വിരലിൻ്റെ ഈ ഭാഗം നല്ല തിക്കായിട്ട് ആരുടെയെങ്കിലുമൊക്കെ കൈ പിടിച്ച് നോക്കണം. അവർ പറയാം എനിക്ക് ഭയങ്കര ആത്മീയതയാണെന്ന് പറയാം. നിങ്ങൾക്ക് ആത്മീയത അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗം നല്ല കട്ടി കൂടിയതായിരിക്കും. ആ ആത്മീയത മാത്രമല്ല, ശനി എപ്പോഴും ഏകാന്തതയാണ്.
നല്ലൊരു ഗ്രഹമാണ്. നല്ല ഉച്ചത്തിലൊക്കെ ആയിരിക്കും, നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. നീചത്തിലാവുമ്പോഴേ ഉള്ളൂ ക്വാളിറ്റി കുറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കറുത്ത കാക്കപ്പുള്ളി വരെയാണെങ്കിൽ നമുക്ക് ശത്രുക്കളുടെ ഉപദ്രവം വളരെ കൂടുതൽ. നമ്മൾ അറിയത്തുപോലുമില്ല ആരാണ് നമ്മുടെ ശത്രുവെന്ന്. കാരണം നമ്മളോടൊപ്പം വന്നിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ചിരിച്ചും കളിക്കുമൊക്കെ നമ്മൾ എല്ലാ കാര്യം അവരോട് പറയും. പക്ഷേ അവരായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇട്ട് കുറ്റിപ്പാര പണിയണത്. അപ്പോൾ ഈ വെള്ളൊരു ശനി വരെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജയിലിൽ സ്ഥലം പോകാനുള്ളൊരു അവസരം നമുക്ക് നമ്മളെ ശത്രുക്കൾ നമ്മൾ വിചാരിക്കുന്നവർ നമുക്ക് ഉണ്ടാക്കി തരും എന്നാണ്. അതുകൊണ്ട് ഈ വിരലിൽ ഒരു കാക്കപ്പുള്ളി ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ആ വിരലിലോട്ടുള്ള ഭാഗ്യരേഖ പോലും കയറാൻ പാടില്ലെന്നാണ് ഗുരുനാഥൻ എന്നോട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഭാഗ്യരേഖ ശനിയുടെ വിരലാണ്. അതിനകത്ത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉയർത്തിയ രാഷ്ട്രീയത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് പറ്റുന്നുണ്ട്. നമ്മളെ ഉയർത്തിയവർ തന്നെ നമ്മളെ താഴ്ത്തും, നമുക്കിട്ട് പാരപണി. ആരെങ്കിലും ഒന്ന് ഉയർന്നു വരുന്ന സമൂഹത്തിൽ കാണുന്ന ഒരു ചിന്താഗതിയാണ്. ആരെങ്കിലും ഒന്ന് ഉയർന്നിട്ടുണ്ടോ അവർക്കിട്ട് ചെറിയൊരു കുത്തു കൊടുക്കുക. അത് ഈ ശനി വിരലിൽ കാക്കപ്പുള്ളി വന്നാൽ നമുക്ക് അവരോട് പറയാൻ പറ്റും. വളരെ സൂക്ഷിക്കുക. ഓരോ കാര്യവും നമ്മുടെ മൂവ്മെൻറ്റ്സ് വളരെ സൂക്ഷിക്കുക. ഓഫീസിലായിരുന്നാലും എവിടെയും വീട്ടിൽ എല്ലായിടത്തും നമ്മൾ ചെയ്യാത്ത കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ജയിൽവാസം സകലം അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മളെ ഉയർത്തിയവരാണ് നമ്മളെ തറയെ ഡ്രോപ്പാക്കി വയ്ക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത വിരലെന്ന് പറയുന്നത് നമ്മുടെ മോതിര വിരലാണ്. മോതിര വിരലിനൊരു പ്രത്യേകതയുണ്ട്. കലാപരമായ കാര്യങ്ങൾ, നമ്മുടെ കഴിവ്, പാട്ട്, ഡാൻസ്, പിന്നെ ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം, ഇന്ന് വേണ്ട നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കുറേ ഓഡിയൻസ് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ് സൂര്യരേഖ ഉള്ളവർ. സൂര്യരേഖ തെളിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രശസ്തിയിലോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ മോതിര വിരലെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വിരലാണ്. സൂര്യരേഖയുണ്ട്, സൂര്യമണ്ഡലമുണ്ട്, നമ്മൾ വെഡ്ഡിങ് റിങ് ഇവിടെ ഇടുന്നുണ്ട്. ഈശ്വരൻ്റെ ഈ നമ്മുടെ ആത്മാവിലുള്ള ഭഗവാന്റെ ഇതാണ് ഈ സൂര്യവിരലെന്ന് പറയുന്നത്. അവിടെ ഒരു കാക്കപ്പുള്ളി വരികയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ചിലപ്പോൾ നമ്മൾ കലാകാരന്മാരായിട്ടൊക്കെ വളരെ നന്നായിട്ടൊക്കെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഒരു പാര വന്നാൽ മതി. നിങ്ങൾക്കറിയാലോ, എത്രയോ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ കേൾക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ കാര്യം മതി, അയാൾ എത്രത്തോളം ഉണ്ടാക്കി വെച്ചോ, അയാൾ എത്രത്തോളം പ്രശസ്തനായോ, ലേഡി ആയാലും പുരുഷനായാലും അവർ എത്രത്തോളം പ്രശസ്തി ഫേമസ് ആയിട്ടുണ്ടോ, ഒരു നിമിഷം കൊണ്ട് മതി ഡ്രോപ്പ് ആവാൻ. ചിലപ്പോൾ ജയിലും അവിടെയും പോകേണ്ടി വരും. നമുക്ക് ഇഷ്ടം പോലെ ശത്രുക്കളെ തരുന്നതാണ് ഈ മോതിര വിരൽ. മോതിര വിരലെന്ന് നമ്മളെ പ്രശസ്തി, യശസ്, കീർത്തി, പദവി ഇതെല്ലാം ഡ്രോപ്പാക്കാൻ പറ്റും. ഡ്രോപ്പാക്കാൻ പറ്റുന്ന കുറേ എണ്ണം ഇതിന് പിന്നിലും കാണാം. അത് നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ്. നമ്മൾ അവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്രത്തോളം കഴിവുണ്ടെങ്കിലും അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കുടത്തിനകത്ത് വിളക്ക് പോലെ വീട്ടിനകത്ത് കഴിയേണ്ടി വരും പലപ്പോഴും. എങ്കിൽ കഴിവിന് ഒരു കുറവും കാണത്തില്ല. എന്തൊക്കെ ഉണ്ടോ നമുക്ക് കിട്ടാനുള്ളതുണ്ട് അതെല്ലാം. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ആയിരിക്കാം, അതിൽ റാങ്ക് ലിസ്റ്റ് എടുപ്പിക്കുക. അവർക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് കിട്ടണ റാങ്ക് ലിസ്റ്റ് നമുക്ക് പല കാര്യങ്ങളും കിട്ടാനുള്ളത് കിട്ടാതിരിപ്പിക്കുക. അവരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും നമ്മൾ നന്നാവരുത്, നമ്മൾ സമൂഹത്തിൽ ഉയരരുത് എന്ന് പറഞ്ഞ് പല കുട്ടികളും വരുന്നതാണ് നമ്മുടെ സൂര്യ വിരലിലുള്ള. അത് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. സൂര്യ വിരലിൽ പിന്നെ ഇത് വരെയാണെങ്കിൽ സൂര്യവിരലിൽ നമുക്ക് കറുത്ത കാക്കപ്പുള്ളി വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ചെറുവിരൽ, ഈ ചെറുവിരലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുധൻ്റെ വിരലാണ് ചെറുവിരൽ. ബിസിനസ്, അതുപോലെ തന്നെ ബിസിനസ് മാത്രമല്ല നമുക്ക് പ്രസംഗം നന്നായിട്ട് പ്രസംഗിക്കപ്പെടുന്ന വിരലാണ് നമ്മുടെ ഈ ചെറിയ വിരൽ. ആ ചെറിയ വിരൽ നമ്മൾ എപ്പോഴും ഈ വിരലിൽ കറുത്ത സ്പോട്ട് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, സംസാര രീതി വളരെ ശ്രദ്ധിക്കണം, സംസാരം കുറയ്ക്കണം, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാവൂ. പ്രസംഗം ഇതിന് നീളം വളരെ കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കും. അതേപോലെ തന്നെ ബിസിനസ്സിൽ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരും. ഇവിടെ ബുധമണ്ഡലം ഉള്ളത്. അവിടെ ഈ വിരലിൽ ഒരു കറുത്ത സ്പോട്ട് വേണമെങ്കിൽ ഞാൻ പലരോടും പറയാം, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യരുത്, പാർട്ട്ണർഷിപ്പ്
ആയാലും എടുക്കരുത്. നല്ല ആൾക്കാരെ നോക്കിയിട്ട് ചെയ്യാവൂ. ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്കറിയാം നല്ല ബിസിനസ്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളായിരിക്കും ഒരു ദിവസം കടം കയറി നാട് വിട്ട് പോണത്. അത് നമുക്ക് ഈ വിരലുമായിട്ട് പറയാം. അതേപോലെ തന്നെ കുട്ടികളുടെ പഠിത്ത കാര്യത്തിൽ മെഡിസിന് പോകുമ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നുള്ള ഈ ഒരു ബുധമണ്ഡലം നോക്കി നമുക്ക് അതിൻ്റെ അടയാളം വെച്ച് നമുക്ക് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു നമുക്കിവിടെ ഒരു നമ്മൾ പറയും പെരുവിരൽ. ഈ പെരുവിരലിന് നല്ല കഴിവാണ്. ആ പെരുവിരലിനൊരു ഒരു കാക്കപ്പുള്ളി വരണമെങ്കിൽ ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ വളവും നല്ല വണ്ണവും നമ്മൾ പിടിച്ചാൽ പോലും ഒടിയത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ബറ്റാലിയൻ തന്നെ, ഒരു മിലിറ്ററിയിലാണെങ്കിൽ ഒരു ബറ്റാലിയൻ തന്നെ ആയിപ്പോൾ ഒരാൾ മതി. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ കീഴ് ജീവനക്കാർ ഒറ്റ ശബ്ദിക്കത്ത് പോലുമില്ല. അത്രയും പേഴ്സണാലിറ്റി ഈ വിരലിനുണ്ട്. പക്ഷേ അവിടെ ഒരു കാക്കപ്പുള്ളി വരികയാണെങ്കിൽ അയാൾക്കിനി എത്രത്തോളം കഴിവുണ്ടായാലും ഇനി എത്രത്തോളം ആക്ടിവിറ്റീസ് അയാൾക്ക് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നോളജ് ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. ഈ വിരലിന് ബാക്കിലോട്ടാണ് ചരിവെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിരിക്കും അവിടെ താല്പര്യം. അവിടെയും ഒരു കാക്കപ്പുള്ളി വരണമെങ്കിൽ നമ്മളെ സഹായമൊന്നും ആർക്കും വേണ്ട. നമ്മളെ ഒന്നിനും നമ്മൾ ഇത്രയും കഴിവുള്ളവരാണ്, നമുക്ക് ഒന്നും നമ്മളെ ഉൾപ്പെടുത്താതെ പോകും. ഇങ്ങനെ നമുക്ക് 5 വിരലും നമുക്ക് നന്നായിട്ട് നോക്കി പറയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ എൻ്റെ നമ്പറുണ്ട്.